ഇപ്പോൾ നമ്മൾ ഈ മണി ക്രിയേഷൻ ബൈ ബാങ്കിങ് സിസ്റ്റത്തിലെ രണ്ടാമത്തെ പോയിന്റ് റിസർവ് ഡിപ്പോസിറ്റ് റേഷ്യോ ആണ്. കൊമേഴ്സ്യൽ ബാങ്ക് അക്സെപ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്. കൊമേഴ്സ്യൽ ബാങ്ക് പലതരത്തിലുള്ള ഡിപ്പോസിറ്റ് പബ്ലിക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കൊമേഴ്സ്യൽ ബാങ്കുകൾ. എ പോർഷൻ ഓഫ് ദിസ് ഈസ് കെപ്റ്റ് ആസ് റിസർവ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളും കൊമേഴ്സ്യൽ ബാങ്ക് എന്ത് ചെയ്യത്തില്ല, ലോണായിട്ട് കൊടുക്കത്തില്ല. കുറച്ച് റിസർവ് ആയിട്ട് എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം ബാങ്കിൽ. ദ റേഷ്യോ ബിറ്റ്വീൻ ദ റിസർവ് മണി ആൻഡ് ദ ടോട്ടൽ ഡിപ്പോസിറ്റ് ഈസ് RDR. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ്, ദ റേഷ്യോ ബിറ്റ്വീൻ ദ റിസർവ് മണിയും ഈ ടോട്ടൽ ഡിപ്പോസിറ്റുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ റേഷ്യോ ആണ് നമ്മൾ RDR എന്ന് പറയുന്നത്. റിസർവ് ഡിപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് വെച്ചാൽ കൊമേഴ്സ്യൽ ബാങ്കിൽ വന്നിരിക്കുന്ന ടോട്ടൽ ഡിപ്പോസിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ റിസർവായിട്ട് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ റിസർവ് ഡിപ്പോസിറ്റ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ക്യാഷ് റിസർവ് കെപ്റ്റ് ബൈ കൊമേഴ്സ്യൽ ബാങ്ക് ആൻഡ് ടോട്ടൽ ഡിപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് ഈസ് RDR. അതായത് ദ റേഷ്യോ ഓഫ് ക്യാഷ് റിസർവ് കെപ്റ്റ് ബൈ ദ കൊമേഴ്സ്യൽ ബാങ്ക്. ക്യാഷ് റിസർവ്, കൊമേഴ്സ്യൽ ബാങ്കിൽ കീപ്പ് ചെയ്തിരിക്കുന്ന ക്യാഷ് റിസർവ് ആൻഡ് ടോട്ടൽ ഡിപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് ഈസ് RDR. അതാണ് അതിൻ്റെ റേഷ്യോ പ്രൊപ്പോർഷൻ നമ്മളിവിടെ നോക്കുന്നത്. RDR കാണാനുള്ള ഇക്വേഷൻ കണ്ടോ, റിസർവ് ഡിവൈഡ് ബൈ ടോട്ടൽ ഡിപ്പോസിറ്റ് ഈസ് ഈക്വൽ ടു, അവിടെ കണ്ടോ R, അത് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് R ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിപ്പോസിറ്റ് D ആണ്. ബാങ്ക് യൂസേഴ്സ് എ പോർഷൻ ഓഫ് ദിസ് റിസർവ് വെൻ അക്കൗണ്ട് ഹോൾഡർ ഡിമാൻഡ് മണി. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യുന്നുള്ളൂ, കുറച്ച് എമൗണ്ട് അക്കൗണ്ട് ഹോൾഡർ എപ്പോൾ വേണമെങ്കിലും ഡിമാൻഡ് ചെയ്യപ്പെടാൻ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പണം, അതിനുവേണ്ടി ബാങ്ക് എന്ത് ചെയ്യണം, കുറച്ച് പോർഷൻ മണി അവിടെ എന്ത് ചെയ്യും, കീപ്പ് ചെയ്യും. ദ റെസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗിവ് എ ലോൺ ആൻഡ് മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ 1 ലക്ഷം രൂപ ബാങ്ക് വന്നു കഴിഞ്ഞാൽ 20% റിസർവ് വെക്കണമെന്ന് റിസർവ് ബാങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ 80,000 രൂപ എന്ത് ചെയ്യത്തുള്ളൂ, ഇവരിൽ ലോണായിട്ട് കൊടുക്കത്തുള്ളൂ. 20,000 രൂപ അവിടെ കീപ്പ് ചെയ്യും. കാരണം ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറൻറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഉണ്ട്. അവർ വന്ന് ഏത് സമയത്ത് എന്ത് ചെയ്യപ്പെടണം, ഡിമാൻഡ് ചെയ്യപ്പെടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്ക് എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം, റിസർവ് വയ്ക്കും. ബാലൻസ് വരുന്ന എമൗണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ലോണായിട്ട് കൊടുക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗിവ് എ ലോൺ ആൻഡ് മേക്ക് എ ഇൻവെസ്റ്റ്മെൻറ്റ്. ദ റിസർവ് മണി ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക് ഹാസ് 2 ടൈപ്പ്. ഇപ്പോൾ റിസർവ് മണി കൊമേഴ്സ്യൽ ബാങ്ക് രണ്ട് പാർട്ടായിട്ടാണ് കീപ്പ് ചെയ്യുന്നത് പറയുന്നത്. ഒന്ന് വോൾട്ട് ക്യാഷ് ഉണ്ട്, അടുത്ത റിസർവ് വിത്ത് RBI ഉണ്ട്. അപ്പോൾ വോൾട്ട് ക്യാഷ് എന്താണെന്ന് പറയുന്നത്, മണി കെപ്റ്റ് ഇൻ ദെയർ സേഫ് ഫോർ ഡെയിലി ട്രാൻസാക്ഷൻ. ഡെയിലി ട്രാൻസാക്ഷന് ബാങ്ക് തന്നെ എന്ത് ചെയ്യും, അവരുടെ കൈവശം കീപ്പ് ചെയ്യുന്നതിന് നമ്മൾ വോൾട്ട് മണി എന്ന് പറയുന്നത്. കൊമേഴ്സ്യൽ ബാങ്ക് തന്നെ മണി കെപ്റ്റ് ഇൻ ദെയർ സേഫ്, അവരുടെ സേഫ് കസ്റ്റഡിയിൽ അവർ കീപ്പ് ചെയ്യുന്ന എമൗണ്ടാണ് നമ്മൾ വോൾട്ട് മണി എന്ന് പറയുന്നത്. അടുത്ത റിസർവ് വിത്ത് RBI ഉണ്ട്. നമ്മൾ ഈ റിസർവ് വയ്ക്കുന്നത് കൊണ്ട് RBI ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ കീപ്പ് ചെയ്യും, അതിനെ നമ്മൾ റിസർവ് വിത്ത് RBI എന്ന് പറയുന്നത്. ദ പോസ്റ്റ് ഓഫ് മണി കെപ്റ്റ് ബൈ കൊമേഴ്സ്യൽ ബാങ്ക് വിത്ത് RBI. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കിൽ കിട്ടുന്ന എമൗണ്ടിലെ കുറച്ച് ഭാഗം RBIയിൽ എന്ത് ചെയ്യണം, റിസർവ് വയ്ക്കണം. റിസർവ് കെപ്റ്റ് ബൈ കൊമേഴ്സ്യൽ ബാങ്ക് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ RBI ഓഫ് 2 കൈൻഡ്. അപ്പോൾ റിസർവ് ബാങ്കിൽ കീപ്പ് ചെയ്യേണ്ടത് റിസർവ് ബാങ്ക് കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് 2 രീതിയിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്, റിസർവ് ബാങ്കിൽ അവർ എന്ത് ചെയ്യുന്നത്, റിസർവ് വയ്ക്കുന്നതാണ് പറയുന്നത്. ഒന്ന് ക്യാഷ് റിസർവ് റേഷ്യോ CRR, 2 സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR. ഈ 2 രീതിയിൽ എന്ത് ചെയ്യണം, റിസർവ് കീപ്പ് ചെയ്യണം കൊമേഴ്സ്യൽ ബാങ്കുകൾ RBIയിൽ. ഇപ്പോൾ CLR മോഡലിൽ RBI പറയുന്ന രീതിയിൽ കീപ്പ് ചെയ്യണം. CRR മോഡലിൽ RBI പറയുന്നതിനനുസരിച്ച് ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ടും വയ്ക്കണം. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആയിട്ടും എന്ത് ചെയ്യണം, കൊമേഴ്സ്യൽ ബാങ്കുകൾ RBIയിൽ റിസർവ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ? ദ ഫ്രാക്ഷൻ ഓഫ് റിസർവ് ഓഫ് മണി കെപ്റ്റ് ഇൻ RBI ബൈ കൊമേഴ്സ്യൽ ബാങ്ക് ആസ് എ റേഷ്യോ ഓഫ് ദെയർ ഡിമാൻഡ് ഡിപ്പോസിറ്റ് ഈസ് കാൾഡ് എ CRR. അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്നത് ഫ്രാക്ഷൻ ഓഫ് റിസർവ് മണി കെപ്റ്റ് ഇൻ RBI. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് റിസർവ് മണിയാണ് RBIയിൽ കീപ്പ് ചെയ്യുന്നതിൻ്റെ റിസർവ് മണിയുടെ ഫ്രാക്ഷനാണ്. ആസ് എ റേഷ്യോ ഓഫ് ദെയർ ഡിമാൻഡ് ഡിപ്പോസിറ്റ്. അപ്പം കൊമേഴ്സ്യൽ ബാങ്കിൽ വന്നിരിക്കുന്ന ഡിമാൻഡ് ഡിപ്പോസിറ്റിൻ്റെ ഒരു പോർഷൻ എന്ത് ചെയ്യുന്നു, ക്യാഷ് റിസർവായിട്ട് RBIയിൽ കീപ്പ് ചെയ്യുന്നു. അതിനെ നമുക്ക് CRR എന്ന് വിളിക്കാം. അടുത്ത സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഉണ്ട്. എ ഗിവൺ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ഡിപ്പോസിറ്റ്. അപ്പോൾ ടോട്ടൽ ഡിമാൻഡും ടൈം ഡിപ്പോസിറ്റും ആണ്. പറഞ്ഞ മനസ്സിലായി, ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ഡിപ്പോസിറ്റ് ഉണ്ടല്ലോ ബാങ്കിൽ വരുന്നത്. ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ദ ഫോം ഓഫ് സ്പെസിഫൈഡ് ലിക്വിഡ് അസറ്റ് സച്ച് ആസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഈസ് കാൾഡ് SLR. അപ്പോൾ ഈ SLR എന്ന് പറയുന്നത് ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ഡിപ്പോസിറ്റാണ്. ടോട്ടൽ ബാങ്കിൽ വരുന്ന ഡിമാൻഡ് ഡിപ്പോസിറ്റും ടൈം ഡിപ്പോസിറ്റിനെയാണ്. ഡിമാൻഡ് ഡിപ്പോസിറ്റ് ആൻഡ് ടൈം ഡിപ്പോസിറ്റ് കൊമേഴ്സ്യൽ ബാങ്കിൽ വരുന്നത് നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യണം, സ്പെസിഫൈഡ് ആയിട്ട് റിസർവ് ബാങ്ക് പറയുന്ന ലിക്വിഡ് അസറ്റുകളിൽ ഗവൺമെൻറ് സെക്യൂരിറ്റികളിലോ എന്ത് ചെയ്യണം, നമ്മൾ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് വാങ്ങി വെക്കണം. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ദ ഇൻട്രസ്റ്റ് പെയ്ഡ് under ബോക്സിൽ തന്നേക്കുന്നത്, ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ദ ഡിപ്പോസിറ്റർ ബൈ കൊമേഴ്സ്യൽ ബാങ്ക് ഈസ് കാൾഡ് എ ബോറോയിങ് റേറ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ദ ഡിപ്പോസിറ്റർ ബൈ എ കൊമേഴ്സ്യൽ ബാങ്ക് ഈസ് കാൾഡ് എ ബോറോയിങ് റേറ്റ്. നമ്മുടെ ഇന്ന് ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ദ ഡിപ്പോസിറ്റർ കൊടുക്കത്തില്ലേ, ഇൻട്രസ്റ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന നമുക്ക് പലിശ തരത്തില്ലേ,
അപ്പോൾ അതിന് കൊമേഴ്ഷ്യൽ ബാങ്ക് നമുക്ക് തരുന്ന പലിശയെ വിളിക്കുന്നത് ബോറോയിങ് റേറ്റ് എന്നാണ്. ബോറോയിങ് റേറ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ക്ലിയറായി പറഞ്ഞേ. എന്നാൽ ഇത് ഇൻട്രസ്റ്റ് ചാർജ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് ഓൺ ലോൺ അഡ്വാൻസ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് കാൾഡ് ലെൻഡിങ് റേറ്റ്. അപ്പം നമ്മൾ ലോൺ എടുക്കത്തില്ലേ, അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, അവർ ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യത്തില്ലേ ബാങ്ക് നമുക്ക് ലോൺ തന്നതിന്. അപ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് ലെൻഡിങ് റേറ്റ്. ലെൻഡിങ് റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ലെൻഡിങ് റേറ്റ് വിൽ ഓൾവേസ് ബി മോർ ദാൻ ദ ബോറോയിങ് റേറ്റ്. ബോറോയിങ് റേറ്റിനേക്കാളും കൂടുതലായിരിക്കും ലെൻഡിങ് റേറ്റ്. നമുക്കൊരു 4% ആയിരിക്കും ഡിപ്പോസിറ്റ് ചെയ്തതിന് ചിലപ്പോൾ തരുന്നത്, അല്ല 2%, 3% ആയിരിക്കും. പക്ഷേ ബോറോയിങ് നമ്മുടെ ലെൻഡിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 12%, 9% ഒക്കെ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഈ പറയുന്ന ബോറോയിങ് റേറ്റിനേക്കാളും ലെൻഡിങ് റേറ്റ് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോറോയിങ് റേറ്റ് ആൻഡ് ലെൻഡിങ് റേറ്റ് ഈസ് ദ ബാങ്ക് പ്രോഫിറ്റ് ആൻഡ് ഈസ് നോൺ ആസ് സ്പ്രെഡ്. അപ്പം ഈ ഡിഫറൻസ് ആണ് ഏതാ, ബോറോയിങ് റേറ്റും ലെൻഡിങ് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബാങ്കിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്പ്രെഡ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഹൈ പവേഡ് മണി, എച്ച് ക്യാപിറ്റൽ ലെറ്റർ എച്ച് കൊണ്ട് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹൈ പവേഡ് മണിയെ. ഹൈ പവേഡ് മണി ഈസ് ദ ടോട്ടൽ ലൈബിലിറ്റി ഓഫ് ദ മോണിറ്ററി അതോറിറ്റി. ഹൈ പവേഡ് മണി എന്ന് പറയുന്നത് മോണിറ്ററി അതോറിറ്റിയുടെ ടോട്ടൽ ലൈബിലിറ്റി ആണ്. അതായത് ധനകാര്യ അധികാരികളുണ്ടല്ലോ, സ്ഥാപനങ്ങളുണ്ടാവും, അവർക്കുള്ള ലൈബിലിറ്റി, ടോട്ടൽ ലൈബിലിറ്റി, മൊത്തത്തിലുള്ള ലൈബിലിറ്റി നമ്മൾ ഹൈ പവേഡ് മണി എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ മണി ഇൻജക്റ്റഡ് ബൈ ദ മോണിറ്ററി അതോറിറ്റി ഓഫ് എ കൺട്രി. അതായത് RBI ആണ് ഇൻ ദ എക്കോണമി. മനസ്സിലായി? RBI ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഹൈ പവേഡ് മണി അല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയുടെ. അപ്പോൾ അവർക്കുണ്ടാകുന്ന ടോട്ടൽ ലൈബിലിറ്റി നമ്മൾ ഹൈ പവേഡ് മണി എന്ന് പറയുന്നത്. അത് അവർ ഈ RBI ആണ് എക്കോണമിയിലേക്ക് പണം എന്ത് ചെയ്യുന്നത്, ഇൻജക്ട് ചെയ്യുന്നത്. കാരണം പണം എക്കോണമിയിൽ കൊണ്ടുവരുന്നത് RBI ആണ്. ഇറ്റ് ഈസ് കാൾഡ് എ മോണിറ്ററി ബേസ് ഓർ മണി ബേസ്. ഇതിനെ നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നു, മോണിറ്ററി ബേസ് എന്നും മണി ബേസ് എന്ന പേരിൽ ഇത് ഏതറിയപ്പെടുന്നു, ഹൈ പവേഡ് മണി അറിയപ്പെടുന്നു. ഹൈ പവേഡ് മണി കൺസിസ്റ്റ് ഓഫ്, ഹൈ പവേഡ് മണി ഏതൊക്കെയാണ് പറയുന്നത്, കറൻസി, അതായത് നോട്ട്സ് ആൻഡ് കോയിൻസ് ഇൻ സർക്കുലേഷൻ വിത്ത് പബ്ലിക് ആൻഡ് വോൾട്ട് ക്യാഷ് ഫോർ കൊമേഴ്ഷ്യൽ ബാങ്ക്. വോൾട്ട് ക്യാഷ് നമ്മൾ പറഞ്ഞു. അപ്പോൾ കറൻസിക്കകത്ത് വരുന്നതാണ് നോട്ട്, കോയിൻസ്, പബ്ലിക്കിലുള്ള കറൻസിയും കോയിൻസും അതുപോലെ വോൾട്ട് ക്യാഷുമാണ്. ഡിപ്പോസിറ്റ് ഹെൽഡ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ഗവൺമെൻറ് വിത്ത് RBI. ഹൈ പവേഡ് മണി ഈസ് കറൻസി പ്ലസ് റിസർവ് ആണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഡിപ്പോസിറ്റ് ഹെൽഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ദ ഗവൺമെൻറ് വിത്ത് RBI. അപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്യുമല്ലോ ഗവൺമെൻറ്റിലും RBIയിലും. ഹൈ പവേഡ് മണി ഈസ് കറൻസി പ്ലസ് റിസർവ്. അവിടെ കറൻസി പ്ലസ് റിസർവ്. അതുകൊണ്ട് നമ്മൾ എച്ചിനെ, ഹൈ പവേഡ് മണി എന്ന് പറയുന്നത് ഏതൊക്കെ കൂടുമ്പോഴാണ്, കറൻസി റിസർവോട് കൂടുന്നതാണ് ഹൈ പവേഡ് മണി. കറൻസിയും വരും റിസർവും വരും. ഏതാ, ഗവൺമെൻറ് സെക്യൂരിറ്റിയിലും RBIയിലും ഒക്കെ വരുന്ന റിസർവോട് കൂടുന്നതാണ് എച്ച്, ഹൈ പവേഡ് മണി. അപ്പോൾ വേറെ എച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹൈ പവേഡ് മണിയാണ്, ക്യാപിറ്റൽ ലെറ്റർ. CU എന്ന് പറയുന്ന കറൻസിയാണ്, R എന്ന് പറയുന്നത് റിസർവ് മണിയാണ്. ഓക്കെ ആണല്ലോ. ഇനി മെക്കാനിസം ഓഫ് മണി ക്രിയേഷൻ ബൈ ദ റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് പണം ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള മെക്കാനിസം എന്താണെന്നാണ് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ പ്രോസസ് ഓഫ് മണി ക്രിയേഷൻ. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകളാണ് എന്ത് ചെയ്യുന്നത്, പണം ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻറ്റ് റോള്. അതായത് എക്കോണമിയിൽ പണം ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകൾ, അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. ദിസ് മെക്കാനിസം ഓഫ് മണി ക്രിയേഷൻ ബൈ ദ മോണിറ്ററി അതോറിറ്റി, RBI ആണല്ലോ, ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. ഈ മെക്കാനിസം എങ്ങനെയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് വഴി ഇത് അപ്ലൈ ചെയ്യുന്നത്, RBI അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സപ്പോസ് RBI വാണ്ട്സ് ടു ഇൻക്രീസ് മണി സപ്ലൈ ബൈ H, അതായത് ഹൈ പവേഡ് മണി ആണല്ലോ. അപ്പോൾ ഇവിടെ RBI എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് മണി സപ്ലൈ കൂട്ടാൻ തീരുമാനിക്കുന്നു. ഫോർ ദിസ് RBI ബൈ സം അസറ്റ്സ് ലൈക്ക് ഗവൺമെൻറ് ബോണ്ട് ആൻഡ് ഗോൾഡ് ഫോർ Rs H ഫ്രം ദ മാർക്കറ്റ് ആൻഡ് ഇഷ്യൂ എ ചെക്ക് വർത്ത് Rs H ടു ദ സെല്ലർ ഓഫ് ദ ബോണ്ട്. അപ്പോൾ ഇവിടെ RBI കൊണ്ട് പറഞ്ഞേക്കുന്നത് ഇൻക്രീസ് മണി സപ്ലൈ ബൈ ആണ്, പണത്തിൻ്റെ സർക്കുലേഷൻ കൂട്ടുകയാണ് പബ്ലിക്കിൽ. അതിന് RBI ചെയ്യുന്നത് എന്ന് വെച്ചാൽ RBI ബൈ സം അസറ്റ് ലൈക്ക് ഗവൺമെൻറ് ബോണ്ടുകൾ, ഗവൺമെൻറ് ബോണ്ടുകളെല്ലാം വാങ്ങും. അപ്പോൾ RBI ഇതെല്ലാം വാങ്ങുമ്പോൾ എന്ത് ചെയ്യും, ക്യാഷ് കൊടുക്കും. അപ്പോൾ പണം എന്ത് ചെയ്യും, മാർക്കറ്റിൽ വരും. മനസ്സിലായോ? അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്ന ബോണ്ടെല്ലാം RBI വരെ ഇഞ്ഞ് കൊണ്ടുപോകാം, നിങ്ങൾക്ക് ക്യാഷ് തരാമെന്ന് പറയും. അപ്പോൾ ക്യാഷ് എന്ത് ചെയ്യും, ഗവൺമെൻറ് ചെയ്തു. ഗവൺമെൻറ് ഇതെന്ത് ചെയ്യും, പബ്ലിക്കിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് ബോണ്ടുകൾ, ഗോൾഡ്, ഇതെല്ലാം എന്ത് ചെയ്യും, RBI വാങ്ങും. ഇഷ്യൂ എ ചെക്ക് വർത്ത് ഹൈ ടു സെല്ലർ ഓഫ് ദ ബോണ്ട്. അസ്യൂം CDR ഈസ് ഈക്വൽ ടു 1 RBI. നമുക്ക് എന്തോന്നൊക്കെ അറിയാം, റിസർവ് ഡിപ്പോസിറ്റ് റേഷ്യോ എന്നൊക്കെ അറിയാം, ക്യാഷ് റിസർവ് ഡിപ്പോസിറ്റ് റേഷ്യോ എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ CDR 1 ആണ്, RDR 0.2 ആണെങ്കിൽ ദ സെല്ലർ എൻകാഷസ് ദ ചെക്ക് Rs H ഫ്രം ദ ബാങ്ക്, ഡിപ്പോസിറ്റ് H/2 ആയിരിക്കും.
ഇൻ ദ സെയിം ബാങ്ക്. അതേ ബാങ്കിൽ തന്നെ ആയിരിക്കുമല്ലോ ചെക്ക് കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ H/2 ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്ന പറയുന്നത്. ദസ് ദ കറൻസി ഹെൽഡ് ബൈ പബ്ലിക് goes up by H/2 and the liability of the bank A goes up by H/2 because the rise in deposit ആണ്. ഇപ്പോൾ ഇവിടെ ഡിപ്പോസിറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യുന്ന ടെൻഡൻസി ആണ് അങ്ങനെ കാണിക്കുന്നതാണ് പറയുന്നത്. The asset of the bank increases in the form of check which is a claim on the RBI. എന്ന് പറയുന്നത് അസറ്റ് ഓഫ് ദ ബാങ്ക് ഇൻക്രീസ് ചെയ്യുന്നു. ബാങ്കിൻ്റെ അസറ്റ് കൂടുകയാണെങ്കിൽ ഇൻ ദ ഫോം ഓഫ് ചെക്കുകൾ കൊടുത്ത് ഇങ്ങനെ കൂടുകയാണ്, ബാങ്കിൻ്റെ അസറ്റ് കൂടുകയാണെങ്കിൽ വിച്ച് ഈസ് ദ ക്ലെയിം ഓൺ ദ RBI. ഇത് ക്ലെയിം ആണ് RBIക്ക്. Thus, the liability of RBI goes up by H, which is the sum total of claim of bank A and the seller of the bond. അപ്പോൾ ബാങ്ക് ഇങ്ങനെ വാങ്ങിച്ചിരിക്കുന്ന ചെക്കെല്ലാം പേയ്മെൻറ്റ് നടത്തുമ്പോൾ ആരുടെ ഉത്തരവാദിത്തമായിട്ട് വരും? RBIയുടെ വരും. അപ്പോൾ RBIക്ക് അവിടെ എന്താണ് ലൈബിലിറ്റി ആയിട്ട് എന്ത് ചെയ്യുകയാണ്? അവിടെ RBIയുടെ ലൈബിലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്. സോ ദ ഹൈപ്പർവെയ്ഡ് മണി ഇൻക്രീസ്ഡ് ബൈ H. ദിസ് പ്രോസസ് ഡസ് നോട്ട് എൻഡ് ഹിയർ. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് സ്റ്റോപ്പ് ആവുന്നില്ല. ചെക്ക് വരുന്നു, ലൈബിലിറ്റി കൂടും. ബാങ്ക് A കീപ് 0.2H ഡിവൈഡ് ബൈ 2 ആസ് റിസർവ് ആൻഡ് ഗീവ് ലോൺ 0.8. 0.2 എന്ന് പറയുന്നത് 1 രൂപയിൽ 2 പൈസ റിസർവ് വയ്ക്കണം. 8 പൈസ എന്ത് ചെയ്യാം? ലെൻഡ് ചെയ്യാം. അതാണ് 0.8H ഡിവൈഡ് ബൈ 2 എന്നാണ് എടുക്കുന്നത്. 2 അനദർ ബോറോവർ. മനസ്സിലായോ? 1 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 2 പൈസ റിസർവ് വയ്ക്കണം. 8 പൈസ എന്ത് ചെയ്യണം? ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ലെൻഡിങ് ചെയ്യാമെന്നുള്ളത്. ദാറ്റ് ഈസ് ബാങ്ക് A ഗീവ്സ് എ ലോൺ 80% ഓഫ് ദ ടോട്ടൽ ഡിപ്പോസിറ്റ്. അപ്പം ഇവിടെ ബാങ്കിന് ഈ 0.2 ആണെങ്കിൽ 80%, അതായത് 20% റിസർവ് എന്നുള്ള രീതി നമ്മൾ അസ്യൂം ചെയ്യുക. 80% എന്ത് ചെയ്യാം? ടോട്ടൽ ഡിപ്പോസിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ലോണായിട്ട് കൊടുക്കാം. ആഫ്റ്റർ കീപ്പിംഗ് 20% ആസ് റിസർവ്. അപ്പോൾ 1 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ 80,000 രൂപ എന്ത് ചെയ്യാം? നമുക്ക് ലോണായിട്ട് കൊടുക്കാം. 20,000 രൂപയുടെ റിസർവായിട്ട് വെച്ചേക്കാം. The borrower invest in the money in the some project and make payment connected with the project. ഈ നമ്മുടെ ബാങ്കിൽ നിന്ന് കടം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ബോറോവർ എവിടെയെങ്കിലും ബിസിനസ്സിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ പണം എന്ത് ചെയ്യും? വീണ്ടും നമ്മുടെ ഈ പ്രോജക്റ്റിൽ നിന്ന് വീണ്ടും ബാങ്കിലേക്ക് തന്നെ എന്ത് ചെയ്തോളും? വന്നുകൊണ്ടിരിക്കും. ലെറ്റ് us suppose that a worker in the project get the payment and keep 0.8H divided by 4 as cash and deposit for 8H divided by 4. അറിഞ്ഞാൽ മതി ഇതൊക്കെ കേട്ടോ. ബാങ്ക് B കീപ്പ് 0.16 ഇരട്ടി വരുന്ന കാര്യങ്ങളായി പറയുന്നത് നോക്കേ. ആസ് റിസർവ് ആൻഡ് ലെൻഡ് 0.64H, അതിൻ്റെ 4 ഇരട്ടി അങ്ങനെ പോകുന്നത് കേട്ടോ. ഡിവൈഡ് ബൈ H ആയിരിക്കും. ടു സെക്കൻഡ് ബോറോവർ, അതിൻ്റെ ഇരട്ടി സെക്കൻഡ് ബോറോവർക്ക് കൊടുക്കും. അവിടെ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് കൂടെ വെച്ചിട്ട് അടുത്ത ബോറോവർ കൊടുക്കും. ദെൻ ദ സെക്കൻഡ് ബോറോവർ ഇൻവെസ്റ്റ് ദ മണി ഇൻ എനി പ്രോജക്റ്റ് ആൻഡ് പേ ഇറ്റ് ഫാക്ടർ പേയ്മെൻറ്റ് സെക്കൻഡ് വർക്കർ ഹൂ ഗെറ്റ്സ് ദ മണി 0.64H ഡിവൈഡ് ബൈ 8 ആയിരിക്കും. As the cash deposit, the rest 64H divided by H in the bank C. This process continues ad infinitum. ഇത് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? അനന്തമായി പോയിക്കൊണ്ടേ ഇരിക്കും. ഇങ്ങനെയാണ് മണി എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്ത് റിസർവ് ബാങ്ക്, കൊമേഴ്സ്യൽ ബാങ്കുകൾ അല്ലെങ്കിൽ പബ്ലിക്കിൽ മണി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്നത് എക്കോണമിയിൽ. ആഫ്റ്റർ സെവറൽ റൗണ്ട്സ് ദിസ് മണി ബിക്കം ടു സ്മോൾ. ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ പണം സ്മോൾ ആയി മാറും, ചെറിയ വാല്യൂസിലോട്ട് മാറും. ദ സബ്സിക്വൻറ്റ് റൗണ്ട് ഇറ്റ് കനോട്ട് പ്രാക്ടിക്കലി കോൺട്രിബ്യൂട്ട് എനിത്തിങ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് മണി സപ്ലൈ. ടോട്ടൽ മണി സപ്ലൈ നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റേസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വരും. ദ റൗണ്ട് എഫക്റ്റ് ഓഫ് മണി സപ്ലൈ ഈസ് കാൾഡ് എ കൺവെർജൻറ്റ് പ്രോസസ്. അപ്പോൾ ഈ റൗണ്ട് എഫക്റ്റ് ഓഫ് മണി സപ്ലൈ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺവെർജൻറ്റ് പ്രോസസ്. ഇവിടെ നമുക്ക് തന്നേക്കുന്നുണ്ടോ? റൗണ്ട് 1 കണ്ടോ? കറൻസി H/2, ഡിപ്പോസിറ്റ് H/2, ബാങ്ക് A. മണി സപ്ലൈ എന്ന് പറയുന്നത് CU ഡിവൈഡ് ബൈ DD ആണ്. H/2 പ്ലസ് H/2 ഈസിക്കൽ ടു H ആണ് അവിടെ. റൗണ്ട് 2 വരുമ്പോഴത്തേക്ക് 0.H ആണ്, കാരണം 80% ബാക്കി റിസർവ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടി വരും. 2 ഇരട്ടി 4 വരുന്നുണ്ടോ? 0.H ഡിവൈഡ് ബൈ 4 ആണ് ബാങ്ക് ബിയിൽ. അവിടെ അതുപോലെ തന്നെ 1.6H ഡിവൈഡ് ബൈ 4 ആണ്. അങ്ങനെ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.4H വരും. റൗണ്ട് 3 കണ്ടോ? 64 ആണേ. 0.64H ഡിവൈഡ് ബൈ 8 ഇങ്ങനെ പറഞ്ഞാണ് പോകുന്നത്. അങ്ങനെ സം കണ്ടോ? 5H ഡിവൈഡ് ബൈ 3 ആണ്. അറിഞ്ഞിരുന്നാൽ മതി ഇത് കേട്ടോ. Give this process which give an idea of how the money supply in the economy in changing round after round. ഉണ്ടോ? മണി സപ്ലൈ ഓരോ റൗണ്ട് പോകുമ്പോഴും എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. നോട്ട് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ഇൻക്രീസ് ഇൻ മണി സപ്ലൈ വി മസ്റ്റ് ആഡ് അപ്പ് മണി സപ്ലൈ ഇൻ ഈച്ച് റൗണ്ട്. ഓരോ റൗണ്ടിലും നമ്മൾ എന്ത് ചെയ്യും? പണം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? M ഈസിക്കൽ ടു H പ്ലസ് 0.4H പ്ലസ് 0.16H പ്ലസ് 0.164H പ്ലസ് ഉണ്ടോ? ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞിട്ടേക്കുന്നുണ്ടോ? ഈസിക്കൽ ടു ഇങ്ങനെ ആ ഒരു കാൽക്കുലേഷൻ പോകും. ഇത് ഐറ്റം ഇൻ ബ്രാക്കറ്റ്സ് ആർ ആൻ ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് ഉണ്ടോ? ബ്രാക്കറ്റിൽ വന്നിരിക്കുന്ന ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസാണ് കാണിക്കുന്നത്. അനന്തമായി